എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തികമായി അഭിവൃദ്ധി നേടാൻ സഹായിക്കുമെന്ന് പറയുന്ന 7 വാസ്തുരഹസ്യങ്ങൾ. പാവപ്പെട്ടവനെ കോടീശ്വരനാക്കുന്ന 7 വാസ്തുരഹസ്യങ്ങൾ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വലിയ ധനികരൊക്കെ രഹസ്യമായി സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളാണത്. നമുക്ക് ഇവ ഓരോന്നായിട്ട് എടുക്കുന്നതിന് പകരം വീടിന്റെ ഓരോ ഭാഗവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചാലോ? ഉദാഹരണത്തിന്, വീടിലേക്ക് ഐശ്വര്യം വരുന്നത് പ്രധാന വാതിലിലൂടെയാണല്ലോ. അപ്പോ അവിടെ എന്ത് ചെയ്യാമെന്നതിൽ നിന്ന് തുടങ്ങാം. ശരിയാണ്. വാസ്തുശാസ്ത്രത്തിൽ വീടിന്റെ പ്രധാന വാതിലിന് വലിയ പ്രാധാന്യമുണ്ട്. പോസിറ്റീവ് എനർജി വരുന്ന വഴിയാണത്. അപ്പോ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ലോഹത്തിൽ തീർത്ത് സൂര്യഭഗവാന്റെ മുഖമുള്ളൊരു രൂപം, നമ്മൾ ഈ സൂര്യമുഖം എന്നൊക്കെ പറയില്ലേ, അത് കണ്ടിട്ടുണ്ട്. ഇത് വീടിന്റെ പ്രധാന വാതിലിന് മുകളിലായി മുൻവശത്ത് തൂക്കിയിടണമെന്നാണ് നിർദ്ദേശം. മറ്റുള്ളവരുടെ കണ്ണേറ് അല്ലെങ്കിൽ അസൂയ, അത്തരം നെഗറ്റീവ് എനർജികളെ തട്ടിമാറ്റാൻ ഇതിന് കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. അതിലൊരു ലോജിക്കുണ്ട്. സൂര്യൻ എന്ന് പറയുന്നത് ഊർജത്തിന്റെയും പ്രകാശത്തിന്റെയും ഉറവിടമാണല്ലോ. അപ്പോ അന്ധകാരത്തെയും തിന്മയെയും അകറ്റുന്ന ഒരു പ്രതീകമാണ്. ഇത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലേക്കോ ദർശനമായി വെക്കാനാണ് നിർദ്ദേശം. വടക്ക് കിഴക്കെന്ന് പറയുമ്പോൾ ഈശാനകോൺ അല്ലേ? അതെ, ഈശാനകോൺ. വാസ്തുപുരുഷൻ എന്ന സങ്കല്പത്തിലെ ശിരസ്സു വരുന്ന ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ദൈവികമായ ഇടമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോ രാവിലെ സൂര്യരശ്മി ഈ സൂര്യമുഖത്തിൽ തട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അത് എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കി ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. വെറുതെ വാങ്ങിവെക്കുന്നതിനേക്കാൾ ഒരു ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ചും ഒരു ഭഗവതീ ക്ഷേത്രത്തിൽ പൂജിച്ചു വെക്കുന്നത് കൂടുതൽ ഫലപ്രദമാണെന്നും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പുറത്തു നിന്നുള്ള സമ്പത്തിനെ ആകർഷിക്കാൻ പറയുന്ന മറ്റൊരു കാര്യവും നമ്മുടെ ഉറവിടത്തിലുണ്ട്. അത് പക്ഷേ ഇന്ത്യൻ വാസ്തുവിൽ നിന്നല്ല, ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷൂയിൽ നിന്നുള്ള ഒന്നാണ്. വായിലൊരു നാണയവുമായി നാണയങ്ങളുടെ ഒരു കൂമ്പാരത്തിന് മുകളിലിരിക്കുന്ന ഒരു തവള. മണിഫ്രോഗ്. ഇത് വളരെ പ്രശസ്തമാണ്. ഈ തവളയുടെ കാര്യത്തിലെ ഏറ്റവും പ്രധാനം അതിന്റെ സ്ഥാനവും പിന്നെ അത് നോക്കുന്ന ദിശയുമാണ്. അതെവിടെയാണ് വെക്കേണ്ടത്? വീടിന്റെ പ്രധാന വാതിലിനടുത്തായിട്ട് വയ്ക്കാം. പക്ഷേ അതിന്റെ മുഖം എപ്പോഴും വീടിന്റെ ഉള്ളിലേക്ക് തിരിച്ചു വെക്കണം. ഒരിക്കലും പുറത്തേക്കാകരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? പുറത്തേക്ക് വെച്ച ഒരു ഭംഗി ഉണ്ടാവില്ലേ? അതിന്റെ പിന്നിലെ സങ്കല്പം ഇതാണ്. പുറത്തുനിന്നുള്ള സമ്പത്തിനെ ആ തവള വീടിനുള്ളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നു. മുഖം പുറത്തേക്ക് വെച്ചാൽ വീട്ടിലുള്ള സമ്പത്ത് പുറത്തേക്ക് ഒഴുകിപ്പോവുമെന്നാണ് വിശ്വാസം. അപ്പോ പണം വരാനുള്ള വഴിയാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതെ. പിന്നെ ഇത് തറയിൽ വെക്കരുത്. ഒരു ചെറിയ മേശയുടെ മുകളിലായിട്ട് വെക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോ വീടിന്റെ പ്രവേശന കവാടം നമ്മൾ ഭദ്രമാക്കി, സൂര്യമുഖം വെച്ച് നെഗറ്റീവ് എനർജിയെ തടഞ്ഞു, മണിഫ്രോഗ് വെച്ച് പോസിറ്റീവ് സമ്പത്തിനെ അകത്തേക്ക് ക്ഷണിച്ചു. ഇനി വീടിനുള്ളിൽ ഈ വന്ന ഐശ്വര്യം എങ്ങനെ നിലനിർത്താം എന്ന് നോക്കാം. ശരി. അതിനായി പറയുന്ന ഒരു കാര്യമാണ് കാമധേനു. കാമധേനു, അതായത് പശുക്കിടാവിനെ പാലൂട്ടുന്ന ആ ഒരു ദിവ്യമായ പശുവിന്റെ രൂപം. അതെ. ഹൈന്ദവ വിശ്വാസപ്രകാരം 33 കോടി ദേവതകളും കുടികൊള്ളുന്ന ഗോമാതാവാണിത്. അതെ. വീട്ടിലൊരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നുറപ്പുവരുത്താനാണ് ഇത് പ്രധാനമായും വെക്കുന്നത്. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, എല്ലാതരം ഐശ്വര്യവും. അതെ, എല്ലാതരം ഐശ്വര്യത്തെയും അത് പ്രതിനിധീകരിക്കുന്നു. ഇത് വെക്കേണ്ട സ്ഥലം പൂജാമുറിയോ അല്ലെങ്കിൽ നമ്മൾ സന്ധ്യാവിളക്ക് കൊളുത്തുന്ന ഇടമോ ആണെന്ന് പറയുന്നുണ്ട്. പിത്തളയിലോ വെങ്കലത്തിലോ തീർത്ത വിഗ്രഹം വാങ്ങാനാണ് നിർദ്ദേശം. കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി വെക്കുന്നത് നല്ലതാണെന്നും പറയുന്നു. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ആ പശുവും കിടാവും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമില്ലേ, അതുപോലെ വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വളർത്താനും ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം. കലഹങ്ങളൊക്കെ ഒഴിവാക്കി വീട്ടിലൊരു പോസിറ്റീവ്, ഒരു ദൈവീകമായ അന്തരീക്ഷം കൊണ്ടുവരാൻ കാമധേനുവിന്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇനി വീടിന്റെ പൊതുവായ ഇടങ്ങളിൽ വെക്കാൻ പറയുന്ന മറ്റൊരു കൗതുകകരമായ വസ്തുവാണ് സ്വർണ്ണത്താമര. സ്വർണ്ണത്താമരയോ? അതെ, യഥാർത്ഥ സ്വർണ്ണമൊന്നുമല്ല, സ്വർണ്ണ നിറത്തിലുള്ള ഒരു കൃത്രിമ താമരപ്പൂവ്. ഇത് വെക്കേണ്ടത് നമ്മുടെ ഊണുമേശയുടെ, ഡൈനിങ് ടേബിളിന്റെ ഒത്ത നടുക്കാണ്. എന്തായിരിക്കും ഇതിന് പിന്നിലെ ഒരു സങ്കല്പം? ഊണുമേശ എന്ന് പറയുന്നത് ഒരു വീടിന്റെ ഹൃദയഭാഗം പോലെയാണ്, ശരിയല്ലേ? ശരിയാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, സന്തോഷം പങ്കുവെക്കുന്ന ഒരിടം. അവിടെ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടവും പ്രതീകവുമായ താമര, അതും ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന സ്വർണ്ണ നിറത്തിൽ വെക്കുന്നത് വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവില്ല എന്നുറപ്പുവരുത്താനാണ്. ധനം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടുമെന്നും ആ വീഡിയോ പറയുന്നുണ്ട്.
ബിസിനസ്സിലൊക്കെ നഷ്ടം നേരിടുന്നവർക്ക് ഇത് വളരെ ഫലപ്രദമാണെന്നാണ് അതിലെ അവകാശവാദം. ഇനി നമുക്ക് കുറച്ചുകൂടി വ്യക്തിപരമായ ഇടങ്ങളിലേക്ക് വരാം, അതായത് കിടപ്പുമുറി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക്. ശരി. അവിടെ വെക്കാൻ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ആമയുടെ രൂപം. മഹാവിഷ്ണുവിന്റെ കൂർമാവതാരമാണല്ലോ ആമ. അതെ. പാൽക്കടൽ കടഞ്ഞപ്പോൾ മന്ധരപർവ്വതത്തെ താങ്ങി നിർത്തിയത് കൂർമ്മമാണ്. ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത്. ജീവിതത്തിലെ ഭാരങ്ങളെയൊക്കെ താങ്ങി നിർത്താനും കയ്യിൽ വരുന്ന സമ്പത്തിനെ സ്ഥിരമായി നിലനിർത്താനും ആമയുടെ രൂപത്തിന് കഴിയുമെന്നാണ് വിശ്വാസം. സമ്പത്ത് ചഞ്ചലമായി പോകാതെ അതിനെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ, അല്ലേ? അതെ, സ്റ്റെബിലിറ്റി, അതാണ് പ്രധാന വാക്ക്. പക്ഷെ ഇത് വെക്കുന്നതിന് ചില പ്രത്യേക ചിട്ടകളുണ്ട്. ഒരു തളികയിൽ വെള്ളം നിറച്ച് അതിൽ വെക്കാവുന്ന തരം ആമയാണ് വേണ്ടത്. വെറുതെ മേശപ്പുറത്ത് വെച്ചാൽ പോരാ. ശരിയാണ്. ആ വെള്ളം സമ്പത്തിന്റെ ഒരു ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. കിടപ്പുമുറിയാണ് ഏറ്റവും നല്ല സ്ഥലം. പ്രത്യേകിച്ച് വീടിന്റെ വടക്കുഭാഗത്തോ കന്നിമൂലയിലോ ഉള്ള മുറിയിൽ. അതെ. പിന്നെ ആമയുടെ തലയുടെ ദിശ, അത് വളരെ പ്രധാനമാണ്. അത് ഏത് ദിശയിലേക്കായിരിക്കണം? എപ്പോഴും വടക്കോട്ടോ കിഴക്കോട്ടോ ആയിരിക്കണം തല വരേണ്ടത്. വടക്ക് ദിശയുടെ അധിപനാരെന്നറിയാമോ? ധനത്തിന്റെ ദേവനായ കുബേരനാണ്. അപ്പോ ആമയുടെ തല വടക്കോട്ട് വയ്ക്കുന്നതിലൂടെ കുബേരന്റെ അനുഗ്രഹം കിട്ടും, സമ്പത്ത് കുതിച്ചുയരും. കടബാധ്യതയുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണെന്നും എടുത്തു പറയുന്നുണ്ട്. ഇനി അടുത്തത് കേൾക്കുമ്പോൾ ചിലർക്കൊരു സംശയം തോന്നാം. ഒരു മൂങ്ങയുടെ ചെറിയ ലോഹവിഗ്രഹം. മൂങ്ങ. ഹൈന്ദവ വിശ്വാസപ്രകാരം മൂങ്ങ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ്. അപ്പോ ലക്ഷ്മീദേവി എവിടെയുണ്ടോ അവിടെ മൂങ്ങയുമുണ്ടാവും. അതുകൊണ്ട് മൂങ്ങയെ കാണുന്നത് ലക്ഷ്മീദേവിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ മറ്റു പല പുരാതന സംസ്കാരങ്ങളിലും മൂങ്ങയെ ബുദ്ധിയുടെയും സമ്പത്തിന്റെയും പ്രതീകമായി കാണുന്നുണ്ട്. ഇതിന്റെ സ്ഥാനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കിടപ്പുമുറിയുടെ ഉള്ളിലല്ല ഇത് വെക്കേണ്ടത്. പിന്നെവിടെയാണ്? രാവിലെ ഉണർന്ന് കിടപ്പുമുറിയുടെ വാതിൽ തുറക്കുമ്പോൾ ആദ്യം കണ്ണു പതിയുന്നിടത്ത്, അതായത് വാതിലിന് എതിർവശത്തുള്ള ഭിത്തിയിലോ മറ്റോ ആകാം. അതിന്റെ ഒരു സൈക്കോളജി വളരെ രസകരമാണ്. നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ആ ദിവസത്തെ മുഴുവൻ സ്വാധീനിച്ചേക്കാം, അല്ലേ? ശരിയാണ്. അപ്പോ സമ്പത്തിന്റെ പ്രതീകമായ മൂങ്ങയെ കണികണ്ടുണരുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ധനം സമ്പാദിക്കാനുള്ളൊരു പോസിറ്റീവ് ചിന്ത നിറയ്ക്കുന്നു. ദിവസം ഐശ്വര്യമായി തുടങ്ങിയെന്നൊരു തോന്നൽ വരും. ഇനി 7ാമത്തതും അവസാനത്തതുമായ ഒന്നിലേക്ക് കടക്കാം. ഇത് മുൻപ് പറഞ്ഞവയിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തമാണ്. ഒരു ജീവനുള്ള കാര്യമാണ്. ജീവനുള്ളതോ? അതെന്താണ്? വീട്ടിലൊരു താമര വളർത്തുക. ഓ, താമര. ഇത് ചെയ്യേണ്ടത് വീടിന്റെ വടക്കുകിഴക്കേ മൂലയിലാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈശാനകോണിൽ ഒരു ചെറിയ ടബ്ബിലോ ഉരുളിയിലോ വെള്ളം നിറച്ച് അവിടെ താമര നടണം. ഏറ്റവും ദൈവീകമായ ഊർജം കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണിത്. പൂജാമുറിയൊക്കെ ആ ദിശയിൽ വരുന്നത് നല്ലതാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത്രയും പവിത്രമായ ഒരിടത്ത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ദേവിയുടെ ഇരിപ്പിടവുമായ താമര വിരിഞ്ഞു നിൽക്കുന്നത് വീട്ടിൽ ഐശ്വര്യം കളിയാടാൻ കാരണമാകുമെന്നാണ് ഈ ഉറവിടം പറയുന്നത്. ലക്ഷ്മീദേവിയെ പത്മപ്രിയ എന്ന് വിളിക്കാറുണ്ടല്ലോ, താമരയോട് പ്രിയമുള്ളവൾ. കൃത്യമായി. അപ്പോ ആ ദേവിക്ക് പ്രിയപ്പെട്ട പുഷ്പം ഏറ്റവും ദൈവീകമായ സ്ഥാനത്ത് വിരിഞ്ഞു നിൽക്കുമ്പോൾ അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വീട്ടുകാരുടെ മനസ്സമാധാനത്തിനും പിന്നെ സമ്പത്ത് കുമിഞ്ഞുകൂടാനും സഹായിക്കുമെന്നാണ് അവകാശവാദം. അപ്പോ നമ്മളിന്ന് 7 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. വീടിന്റെ പ്രവേശന കവാടത്തിൽ സൂര്യമുഖവും തവളയും, വീടിനുള്ളിൽ ഐക്യത്തിനും അന്നത്തിനും കാമധേനു, ഊണുമേശയിൽ സ്വർണ്ണ താമര, പിന്നെ കിടപ്പുമുറിയിലെ സ്ഥിരതയ്ക്കായി വെള്ളത്തിൽ വെച്ച ആമയും രാവിലെ കണി കാണാൻ മൂങ്ങയുടെ രൂപവും. അതെ, പിന്നെ വീടിന്റെ ഈശാനകോണില് ഒരു ജീവനുള്ള താമരയും. ഈ 7 ഒരുമിച്ച് ചെയ്യണമെന്നില്ല എന്നതാണ്. ശരിയാണ്. ഇതില് നിങ്ങളുടെ സാഹചര്യത്തിനും മനസ്സിനും ഇണങ്ങിയ ഏതെങ്കിലും ഒരെണ്ണം പൂർണ്ണമായ വിശ്വാസത്തോടെ പരീക്ഷിച്ചു നോക്കുക. ചെറിയൊരു മുതൽ മുടക്കില് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ വന്നേക്കാമെന്നാണ്. കഠിനാധ്വാനത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളിലും വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെയൊക്കെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് കാട്ടിത്തരുന്നു.